തങ്ങള് തിന്ന കദിന ത തിന്ന കദിന കദിന ത തിന്ന കദിന തങ്ങള് തിന്ന കദിന ത തിന്ന കദിന തങ്ങള് കദിന ത തിന്ന കദിന തങ്ങള് കദിന ത തിന്ന കദിന. അളിയാ, നെറ്റിലൊരു കിടിലൻ സാധനം കണ്ടളിയാ. ഞാൻ ലിങ്ക് അയച്ചു തരാം, നീ ഒന്ന് കണ്ടു നോക്ക്. പോടാ. അല്ല കൂതറയാണെങ്കി ഞാനങ്ങനെ പറയൂ? ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തില്ലേ അളിയാ, അതിനേക്കാളും കിട്ടില്ല. കണ്ടു ഊപ്പാട് വന്നളിയോ. ഇതെങ്ങനെ ഒപ്പിച്ചല്ലേ? അതാണ് മോനെ ഈ ജോബി. ഞാനാരാ മോൻ? ഇങ്ങോട്ട് താടേത്, ഞാനും കൂടെ ഒന്ന് കാണട്ടെ. അടങ്ങടങ്ങ്, ആക്രാന്തം കാണിക്കാതെ തരാം. എന്തായിരുന്നു അവളുടെ ജാട? എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിച്ച പെണ്ണാവള്. എവളേക്കാൾ ജാടയുള്ള എത്ര എണ്ണത്തിന് നമ്മൾ വളച്ച് കാര്യം സാധിച്ചിരിക്കുന്നു. പിന്നെ എവള്. ഓ, എന്നാലും നീ ഇതെങ്ങനെ സാധിച്ചടേ? ചുമ്മാ സാധിക്കില്ലളിയാ. 1-2 ദിവസമല്ല, 10 ദിവസമാ അവളുടെ വീട്ടിന്റെ ബാത്റൂമിന്റെ പിറകിൽ ഞാൻ ജീവൻ പണിയും വെച്ച് നിന്നത്. അടുത്ത പ്ലാൻ എന്താ, അത് പറ. ഞാൻ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വിചാരിക്കുന്ന രീതിയിൽ വർക്കൗട്ടായ അവൾ നമ്മുടെ വഴിക്ക് തന്നെ വരും. ഇത് വെച്ച് ഒരു കളിയുണ്ടളിയ. പുലിയെപ്പോലെ നടന്നില്ലേ അവള്, എലിയെപ്പോലെ അവൾ വരും എന്റെ പിന്നാലെ. ഞാൻ പറയുന്ന സ്ഥലത്ത്, പറയുന്ന സമയത്ത്. എവിടെ? എനിക്ക് തോന്നുന്നില്ല. അവളൊരു വിളഞ്ഞ വിത്ത. ഒന്ന് പോടാ. ഇത് ജോബിയ. മുങ്ങിയ കൊണ്ടേ പൊങ്ങൂ. ജോബി, ഇത് തീക്കളിയാ. അവളുടെ ചേട്ടന്മാര് കിടിലങ്ങളാ. എന്തോന്ന് കിടിലം? ചുമ്മാ പേടിപ്പിക്കാതെ. മര്യാദക്കാണെങ്കിൽ ഞാൻ പറയുന്നത് അവൾ കേൾക്കും. മോടെ കാണിച്ച അളിയ അവളുടെ A മുതൽ Z വരെ ഇന്റർനെറ്റിലൂടെ ലോകം മുഴുവൻ കാണും. ഇപ്പോഴാണെങ്കിൽ ഞാൻ മാത്രമേ കാണൂ. അങ്ങനെ ഒറ്റയ്ക്ക് തിന്നല്ലേ അളിയാ. ഞങ്ങൾക്കും വിശപ്പും ദാഹമൊക്കെ ഉണ്ടേ. അത് പിന്നെ പറയണോ അളിയ? ഷെയറിംഗ് എന്ന് പറഞ്ഞാലേ ഫേസ്ബുക്കിൽ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ടളിയ. നിങ്ങളില്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോടാ? മതിയളിയ, ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ ഒരു അവസരം തന്നാ മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ.
അതിനെക്കാളും ഞാൻ അടിച്ചാടിയല്ലേ കിടില്ല. ബൗണ്ടറി കടന്നു പോയില്ലേ? അടുത്ത കളിയിൽ ആ നന്ദുവിന്റെ വിക്കറ്റ് ആദ്യം തന്നെ തെറിപ്പിക്കണം. അവന്മാര് തോക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അതായത് എവിടേക്കാണ് പതുങ്ങണത്? ആണല്ലോ. ഭയങ്കര ആ പൈപ്പൊക്കെ ചവിട്ടി പൊട്ടിക്കുമെന്ന്. നിന്റെ ചേച്ചി കുളിക്കണം, അയാൾക്ക് മൊബൈലിൽ എടുക്കണോ? അല്ലടാ മത്സ്യം നീ പാൽക്കടൽ കടയാൻ കൂർമ്മം ഭൂരക്ഷയ്ക്ക് വരാഹം ഭക്ത പ്രഹ്ലാദനു തുണ നരസിംഹം വേദങ്ങൾ നീളാൻ മത്സ്യം നീ പാൽക്കടൽ കടയാൻ കൂർമ്മം അവനിയിൽ ധർമ്മം കാത്തവനേ അവതാരങ്ങൾ പലതുമെടുത്തി അവനിയിൽ ധർമ്മം കാത്തവനേ ഗുരുവായൂരിൽ കുടികൊള്ളും നിൻ ചരണം. ഹലോ, ഞാൻ അമ്പലത്തിന്റെ അടുത്തുണ്ടല്ലേ? അവളില്ലേ മീനു? അവള് അമ്പലത്തിൽ വരാൻ ചാൻസ് ഉണ്ടല്ലേ? വരികയാണെങ്കിൽ ചുമ്മാ ഒന്ന് മുട്ടി നോക്കാം. നിങ്ങളെവിടെയാ? ഓക്കേടാ, ഞാനങ്ങോട്ട് വരാം.
ഈ കിളവന്റെ 2 ഫോട്ടോ എടുത്താ ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റായിരുന്നു. കുറച്ച് പെമ്പിള്ളേരുടെ ലൈക്കും കമന്റും ആ വഴിക്ക് ഇങ്ങ് പോന്നന. എന്നാ പിന്നെ അതെങ്കിലും അങ്ങ് നടക്കട്ടെ. മാമ ഒരു ഫോട്ടോ എടുത്തോട്ടാ. ഒന്ന് ചിരി മാമ. എത്ര പേര് കണ്ട് ലൈക്ക് ചെയ്യാനുള്ളതാ? കൊച്ചു കള്ള ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? അയ്യോ അടങ്ങ് എന്തൊരാക്രാന്തം. അയ്യോ സോറി മാമ. ഇപ്പോഴാ ഓർത്തത്, നെറ്റിൽ ബാലൻസ് ഇല്ല. ഈശ്വര രക്ഷിക്കണേ. ചൂടോടെ ചാർജ് ചെയ്താലേ മാമന ഫേസ്ബുക്കിൽ കയറ്റി വിടാൻ പറ്റൂ. എന്തായി കാണിക്കുന്നേ? ഒന്നുമില്ല അണ്ണ, ഫേസ്ബുക്ക് ഇടാനാ. ഫ്രീ ആയിട്ടൊരു സഹായം ചെയ്യാന്ന് വെച്ചണ്ണാ. അതുവഴിക്ക് കുറച്ച് സഹതാപം ഇനി മാമന് പോരാണെങ്കിൽ പോരട്ടണ്ണ. നമ്മളെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റൂ. അതൊരു മിണ്ടാപ്രാണിയാ, വെറുതെ എന്തിനാ അതിനെ ഉപദ്രവിക്കുന്നത്? ഓ ഒന്ന് ചുമ്മാ അണ്ണ, കാലത്തൊരു സഹായം ചെയ്യാനും പറ്റൂലേ. അരവയറ് നിറയ്ക്കാൻ അന്യന്റെ മുന്നിൽ കൈനീട്ടി ജീവിക്കുന്ന ഒരു പാവമാണ്. അയാളെ വെറുതെ വിട്ടേക്ക്. നിങ്ങൾക്ക് കളിക്കാൻ വേറെ ആളെ നോക്കും. അണ്ണ ഇത് നിങ്ങൾ അമ്മായിപ്പനൊന്നുമല്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളടുത്ത് ചൂടാവണത്? ഇതേ പവിത്രമായ ഒരു ക്ഷേത്ര സന്നിധിയാണ്. വേണ്ടാധീനം കാണിച്ച് മഹാപാപം തലയിൽ കയറ്റരുത്. ഇതിലൊരു പാവം ഇല്ലണ്ണ, ഞാൻ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയല്ലേ. ഇതുവരെ ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചത്. ഈ സ്ഥലം ഇത്തിരി മോശമാണ്. താടി കേടാക്കുണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. അണ്ണ അങ്ങനെ പറഞ്ഞാ ഞാനങ്ങ് പോവും. മേടിപ്പിക്കല്ലേ. പയ്യന്മാര് ക്രിക്കറ്റ് പേരിനടിച്ചെന്റെ ക്ഷീണം തീർന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ നിന്നങ്ങ് മേടിച്ചേനെ ഇവിടെ നിന്ന്. നമ്മളെടുത്താണ് കളികളെ. ഇതാ ഇത് കഴിച്ചോളൂ, അത് കാര്യമാക്കണ്ട. സ്വന്തം തള്ള ചത്ത് കിടന്നാലും ഫോട്ടോ എടുത്ത് നെറ്റിലിടും ഈ തലതിരിഞ്ഞോന്മാർ. കലികാല വൈഭവം അല്ലാതെന്ത് പറയാൻ. ശംഭോ മഹാദേവ ഈശ്വരോ രക്ഷകോ. എടി നീ അവിടെ തന്നെ നിൽക്ക്, ഞാനിപ്പോ എത്താം. ഓൺ ദി വേ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഒന്നും പേടിക്കാനില്ലെന്ന്. ആരും അറിയില്ല. വൈകുന്നേരത്തിന് മുമ്പ് നിന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാം. പേടിക്കണ്ട മോളെ. അയ്യേ ശേ, പ്രഗ്നന്റ് ഒന്നും ആവത്തില്ലെന്ന്. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ധൈര്യമായിട്ടിരിക്കടി. എന്തായാലും ഞാൻ നിന്നെ കെട്ടും. അതിനു മുമ്പുള്ള ഈ നിമിഷം നമുക്കെന്നും മധുരമുള്ള ഓർമ്മകളായിരിക്കും. പേടിക്കണ്ട മോളെ, ഞാനല്ലേ ചക്കരെ പറയുന്നത്. ഇവനല്ലേ നമ്മുടെ നിഷയെ സ്ഥിരമായി ശല്യം ചെയ്യുന്നവൻ? അതവൻ തന്നെ, വിടരുതവന്.
പിടിയവൻ. നിൽക്കണോ അവിടെ? എന്റെ ഞരമ്പുകളോടെ പൂക്ക് തരാം. ജോബി, കിടന്നോ കിടന്നോ. എവിടെയായിരുന്നടാ ഇത്രയും ദിവസം? ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ട്, പക്ഷെ ഈ കിടപ്പ് സഹിക്കാൻ പറ്റുന്നില്ലളിയാ. എല്ലാം ശരിയാവൂടാ. ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, അത് തന്നെ മഹാഭാഗ്യം. നിങ്ങൾ എന്താടാ ഒന്ന് വിളിക്കു പോലും ചെയ്യാത്ത? ഞാൻ വിളിച്ചാൽ നിങ്ങൾ ഫോൺ പോലും എടുക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ശരിക്കും ബോറടിച്ചില്ലയാ. അമ്മ രാവിലെ ഓഫീസിൽ പോയാ പിന്നെ ഇവിടെ ആരാടാ? അതു പറയാനാ ഞങ്ങളിപ്പോ വന്നത്. പറയുന്നത് കൊണ്ട് അളിയന് വിഷമം തോന്നരുത്. ഇനി ഞങ്ങളെ ഫോണിൽ വിളിക്കരുത്. എന്താടാ കാര്യം? ഞങ്ങൾക്കും കൂടി ഇനി തൂങ്ങാൻ വയ്യ. മീനുവിന്റെ കേസ് വലിയ പ്രശ്നമായിരിക്കുക. ഏത് നിമിഷവും നിന്നെ അന്വേഷിച്ച് പോലീസ് വരും. നീയാണ് അവളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നീയായിട്ട് ചെയ്തു കൂട്ടിയ പരിപാടിയല്ലേ, ഒറ്റയ്ക്ക് അനുഭവിക്കുക. എല്ലാം നമ്മൾ ഒന്നിച്ചായിരുന്നില്ലേടാ? ഒരു പ്രശ്നം വന്നപ്പോ നിങ്ങളും എന്നെ കൈവിടുകയാണോടാ? പറയുമ്പോ വിഷമമുണ്ട്. എന്തായാലും നീ ഇതിൽ ഉൾപ്പെടുമെന്ന കാര്യം ഉറപ്പാ. നിന്റെ കൂടെ കൂടി വെറുതെ ഞങ്ങളും പ്രതിയാകണോ? എടാ, ഈ അവസ്ഥയിൽ നിങ്ങളൂടി പോയാ ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമടാ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ സേഫ്റ്റിയാ ഇപ്പൊ ഞങ്ങൾക്ക് വലുത്. ഉപ്പ ദുബായിൽ നിന്ന് എനിക്ക് വിസ എടുത്ത് അയച്ചിരിക്കുക. വിസ വന്നാലോടെ ഞാൻ പോവും. കേസും പുകലുമായ ജീവിതം തുലയ്ക്കാൻ എനിക്ക് വയ്യ.
ഞാനും ഉടനെ സ്ഥലം വിടും. ഡൽഹിയിൽ ചേട്ടൻ്റെ അടുത്തേക്ക്. അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കണം. പ്ലീസടാ, എന്നെ ഒറ്റയ്ക്കാക്കല്ലടാ. സോറി അളിയ, ഞങ്ങൾക്കിനി വയ്യ. വേണ്ടടാ, പൊയ്ക്കോ. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് ഇപ്പോ ഞാൻ മാത്രം ഒറ്റയ്ക്ക്. സന്തോഷായടാ. കൂട്ടുകാരായ ഇങ്ങനെ തന്നെ വേണം. പൊയ്ക്കോ, നീയൊക്കെ പോയി രക്ഷപ്പെട്ടോ. വരുന്നതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. എടാ അത് എടാ വേണ്ട, ഒന്നും പറയണ്ട. ഇറങ്ങി പോടാ പട്ടികളെ എന്റെ മുന്നിൽ നിന്ന്. സാഷ്ടാംഗം നമിക്കുന്നീതാ. വടക്കും നാഥ, സർവം നടത്തും നാഥ, നിന്റെ നടയ്ക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കുന്നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ, സമസ്താപരാധവും ഉപദേശിച്ചതുകൊണ്ടോ ഗുണദോഷിച്ചതുകൊണ്ടോ ഒരാൾ നന്നാകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരാൾ നന്നാവണമെങ്കിൽ അത് അയാൾ സ്വയം തീരുമാനിക്കണം. അനുഭവങ്ങളിലൂടെ മനുഷ്യൻ തെറ്റുകൾ തിരുത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. Pone la vacila del combo. Culiquita,